അമ്പെയ്യണം, ആത്മാവിനെ മുറിക്കണം. ആരുടെ? നമ്മുടെ തന്നെ. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഈ ധ്യാന ചിന്തകൾ വായിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം ആരോ പറഞ്ഞൊരു മനോഹരമായ വചനമുണ്ട്. ബി സ്ട്രിക്റ്റ് ടു വൺ സെൽഫ് ആൻഡ് ബി ബെനവലന്റ് ടു ഓൾ അതേഴ്സ്. നമ്മളോട് തന്നെ മല്ലടിക്കുക, യുദ്ധം ചെയ്യുക, നമ്മുടെ ആത്മാവ് തന്നെ അമ്പെയ്ത് മുറിക്കുക, മറ്റെല്ലാവരോടും ബെനവലന്റ് ആയിരിക്കുക, എല്ലാവരോടും അലിവും കരുണയും സഹാനുഭൂതിയും കാരുണ്യവും. എന്നാൽ നമ്മളോട് തന്നെ കർക്കശ്യം. നമ്മിൽ അനേകർക്ക് സാധിക്കാത്തത് ഇതാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കടിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇതാണ് വചനം. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും നിങ്ങൾക്ക് യുദ്ധമാണ്, നിങ്ങൾക്ക് വഴക്കാം, നിങ്ങൾക്ക് ഒരൊറ്റ മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയാനില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും പെട്ടയ്ക്കാണെങ്കിലും നിങ്ങൾ മുറിക്കും. നമ്മൾ മുറിച്ചിരിക്കും. നമ്മൾ 2 പേര് കൂടുന്നിടത്ത് 4 പേരെ ചർച്ച ചെയ്ത് തകർത്തിരിക്കും. ആരുടെയെങ്കിലും നേരെ ഒരു അമ്പെറിയാതെ നമുക്കൊരു ദിവസം കടന്നു പോകുന്നുണ്ടോ? ഇത് നമ്മുടെ ആത്മശോധനയായിരിക്കട്ടെ. എന്നിട്ട് തൊട്ടു താഴെ ഒരു വചനം കിടക്കുക, എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. യാക്കോബിൻ്റെ ലേഖനം വായിച്ചു നോക്കുമ്പോൾ പിടിയിട്ടും ഈ ആവശ്യപ്പെടുന്നില്ല എന്നതിന് കുറച്ച് അർത്ഥമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ തർക്കവും വിതർക്കവും വഴക്കും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ദുരാശ കൊണ്ടല്ലേ ഇതുണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ വഴക്കിനോടോ, നമ്മുടെ ഉള്ളിലെ അസൂയയോടോ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അശുദ്ധിയോടോ മല്ലടിക്കാതെ ചോദിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ യാക്കോബ് പറയുന്ന രഹസ്യം, നമ്മൾ മല്ലടിക്കണം. ആരോട്? നമ്മളോട്. നമ്മൾ യുദ്ധം ചെയ്യണം. ആരോട്? ആദ്യമായി നമ്മോട്. നമ്മൾ അമ്പെയ്യണം. ആർക്കെതിരെ? നമ്മുടെ ആത്മാവിനെതിരെ. അത് നമുക്ക് നൽകുന്നൊരു അത്ഭുതകരമായ ഒരു എളിമയില്ലേ പ്രിയപ്പെട്ടവരെ? ഏത് മനുഷ്യനെതിരെ അമ്പെയ്യുമ്പോഴും, ഒരുപക്ഷെ കോപം വരുമ്പോഴും വിധിക്കുമ്പോഴും ഒക്കെ അടുത്ത നിമിഷം നമ്മുടെ ആത്മാവിനെ കൂടെ മുറിക്കാൻ യാക്കോബ് പറയുക. നിങ്ങൾ തമ്മിൽ ഈ വഴക്കും വക്കാണോ തുടരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ദുരാശയല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പോലും നമ്മുടെയൊക്കെ ശരീരത്തിൽ ദുരാശ ഉണ്ടെങ്കിൽ, അത് വഴക്കിലേക്കും വക്കാണത്തിലേക്കും കലഹത്തിലേക്കും പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലെ ദുരാശ എത്ര ഭീകരമായിരിക്കും. ഇതിനോട് മല്ലടിച്ചിട്ട് ആവശ്യപ്പെട്ടാൽ ജയിക്കണമെന്നല്ല, ഇതിനോട് മല്ലടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് നീ ആവശ്യപ്പെട്ടാൽ നീ ആവശ്യപ്പെടുന്നത് നിന്റെ കയ്യിലിരിക്കുമെന്നാണ് യാക്കോബ് പറഞ്ഞത്. ഇത് അല്പം കൂടെ വ്യക്തമാകാൻ ഞാനൊരു കൊച്ചു കാര്യം പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 12-ാം വാക്യം എന്നാ? സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് അധീനമാണ്. നല്ല ബലവാന്മാർക്കേ അത് കയറാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ സ്വയം യുദ്ധം ചെയ്ത് മെരുക്കുന്നവനെ പറ്റത്തുള്ളെന്ന്. ദൈവരാജ്യം ചുമ്മാതിങ്ങനെ തുറന്ന് മലർന്ന് കിടക്കുകയല്ല. മല്ലടിച്ച് യുദ്ധം ചെയ്തവനെ കയറാൻ പറ്റും. ഒരു യുദ്ധമുണ്ട്, ഒരു യുദ്ധം അനിവാര്യമാണ്, ഇന്നവിറ്റബിളാ. യുദ്ധം ചെയ്തേ പറ്റൂ. പക്ഷേ ഞാനത് നിങ്ങളോട് ചെയ്യുന്ന യുദ്ധമല്ല, അതെൻ്റെ സഹോദരങ്ങളോട് ഞാൻ കാണിക്കുന്ന യുദ്ധമല്ല, നിങ്ങളെ അമ്പെയ്ത് വീഴിക്കലല്ല, നിങ്ങളുടെ സൽപ്പേര് തകർക്കലല്ല. ഞാൻ എന്നോട് മല്ലടിക്കണം.